ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച ബഫർ സോൺ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച ബഫർ സോൺ തീരുമാനിച്ചു സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിൽ ആദ്യ 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന ഉത്തരവിൽ പറയുന്നു. 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണമെന്നും ഉത്തരവിലുണ്ട്. ഇവിടെ 3 നിലകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയുള്ളൂ. ഇടുക്കി ജില്ലയിൽ മലങ്കരയാണ് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. അറക്കുളം, കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് താമസിക്കുന്നത്. ഇവരെയെല്ലാം ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പരാതി. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കി ജില്ലയിൽ 13 പഞ്ചായത്തുകളിൽ റെഡ്, ഓറഞ്ച് സോണുകളായി തിരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മതികെട്ടാൻചോലയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോണിന്റെ ഭാഗമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ തീരുമാനിച്ചിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. 26/12/2024 GOMS നമ്പർ 67/2024 WRD ഇതാണ് ആ ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരം ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള 20 ഡാമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ഡാമുകളുടെ മാക്സിമം വാട്ടർ ലെവൽ മുതൽ 20 മീറ്റർ ദൂരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. 2, 100 മീറ്റർ ദൂരത്തേക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണം. അതും 3 നിലയുള്ള ബിൽഡിംഗ് 10 മീറ്ററുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുവദിക്കൂ. ഇപ്പം നമ്മുടെ ജില്ലയിൽ മലങ്കര ഡാമാണ് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. ഈ മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശമായി അറക്കുളം പഞ്ചായത്ത്, കുടയത്തൂർ പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, ഇടവെട്ടി പഞ്ചായത്ത്, അതുപോലെ വെള്ളിയാമറ്റത്തിന്റെ കുറച്ച് ഭാഗം ഉൾപ്പെടെ 6 പഞ്ചായത്തുകൾ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ആയിട്ടുണ്ട്. ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പം SC/ST കോളനികളുണ്ട് ഈ ഡാമിന്റെ പരിസരത്ത്. അപ്പൊ ഇവർക്ക് ഭാവിയിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ നമുക്കെല്ലാം പറയാം, ഡാമിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന 5-10 സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞ് ഇത്ര പറയാൻ കഴിയുമ്പോൾ 20 മീറ്റർ എന്ന് പറയുമ്പോൾ 66 അടി മിച്ചം ദൂരമൊന്നും മാക്സിമം വാട്ടർ ലെവൽ ഈ ഡാം ഇവരെ 2 കടി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും 20 മീറ്റർ തള്ളി കഴിയുമ്പോൾ ഏകദേശം 10-66 അടിയോളം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി കഴിയുമ്പോൾ 5-10 സെന്റ് സ്ഥലമുള്ള ഈ ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു കയറി കിടക്കാൻ ഒരു വീട് പോലും പണിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊരിടത്തും ഭൂമിയില്ലാത്തവരും 10 സെന്റിൽ താഴെ മാത്രം ഭൂമിയുള്ളവരുമായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ബഫർ സോൺ മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഇവർക്ക് വീട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ ഉത്തരവ് മൂലം ഉണ്ടാകുക. അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഈ ഉത്തരവിനെ കുറിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു.